തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം. പോലീസിലെ വയർലെസ് ഇടപാടുമായി ബന്ധപ്പെട്ട് 6 കോടിയുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ ജെയ്സൺ അലക്സിന് സമ്മർദ്ദമുണ്ടായി എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അഴിമതിക്ക് വഴങ്ങാത്തതിൽ വൈരാഗ്യത്തോടെ മേലുദ്യോഗസ്ഥർ പെരുമാറിയെന്ന് മാതാവ് ജെമ അലക്സാണ്ടർ ആരോപിച്ചു. ഇനി ഈ കേരളത്തിൽ ഒരു പോലീസുകാരന് ഇങ്ങനൊരു ദുരന്തം വരരുത്. എൻ്റെ യാചനയാണ്, ഒരു അമ്മയുടെ യാചനയാണ്. ഒരിക്കലും വരരുത് ഇങ്ങനൊരു. ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ CI ജെയ്സൺ ഡ്യൂട്ടിക്കിടെ തിരികെ വീട്ടിലെത്തി ജീവൻ ഒടുക്കിയതിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം. പോലീസിലെ വയർലെസ് സംവിധാനവുമായി ബന്ധപ്പെട്ട ഇടപാടിലാണ് അഴിമതി നടന്നതായി ജെയ്സൺ മാതാവിനോടും ഭാര്യയോടും സൂചിപ്പിച്ചിരുന്നത്. ഉപകരണങ്ങൾ വാങ്ങിയ ബില്ലിൽ ജെയ്സൺ ഒപ്പിടാൻ വിസമ്മതിച്ചിരുന്നു. ബില്ലിൽ ഒപ്പിട്ടാൽ അതിന്റെ സൂക്ഷിപ്പുകാരനായ താനും കുടുങ്ങുമെന്നാണ് ജെയ്സൺ വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. കമ്പനിക്ക് പ്രതിഫലം കിട്ടാൻ വൈകിയതിനാൽ മേലുദ്യോഗസ്ഥർ ജെയ്സനുമേൽ അമിത സമ്മർദ്ദം ഉണ്ടാക്കിയെന്നുമാണ് ഭാര്യ സോമിയുടെ വെളിപ്പെടുത്തൽ. ഓഫീസിൽ നിന്ന് നല്ല പ്രഷറായിരുന്നു. ഒരു DMRന്റെ ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്, അതിൽ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കമ്പൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് പറയും, എടി അത് കള്ളത്തരമാണ് കാണിക്കുന്ന മൊത്തം, ഞാൻ അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് സത്യത്തിന് വിരുദ്ധമല്ലേ എന്ന് പറഞ്ഞ് പറയുമായിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഇത് സംബന്ധിച്ച് DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും കുടുംബം. എന്നാൽ പോലീസ് വയർലെസ് ഇടപാടിലെ അഴിമതി ആരോപണം തള്ളുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ. പർച്ചേസിൽ ക്രമക്കേടില്ലെന്നും നടപടികൾ സുതാര്യമാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇന്ന് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പരിപാടിയിലാണ് തലസ്ഥാനത്തെ പുതിയ ഡിജിറ്റൽ വയർലെസ് സംവിധാനത്തിന്റെ ആദ്യ പരീക്ഷണം. 24 തിരുവനന്തപുരം.